Okay, today the Hindu vocabulary ആണ് പിക്ചർ ബേസ്ഡ് വൊക്കാബുലറി 21/12/2020 ബേസ്ഡ് ആണ്. പാർട്ട് 7. ഓക്കെ, ഇതിൽ ഇമേജസ് ഇൻക്ലൂഡഡ് ആണ്. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇതിൽ വൊക്കാബുലറി, അതേപോലെ തന്നെ ഇതിൽ എടുത്തിരിക്കുന്ന എക്സാമ്പിൾസും എഡിറ്റോറിയൽ ബേസ്ഡ് ആണ്. ഓക്കെ, എഡിറ്റോറിയൽ ബേസ്ഡ് ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. upheaval എന്ന് പറഞ്ഞാൽ എന്താ? upheaval, എ വയലൻറ്റ് സഡൻ ചേഞ്ചസ് ഓർ ഡിസ്റപ്ഷൻ ടു സംതിങ്. upheaval എന്ന് പറഞ്ഞാൽ എന്താ? എ വയലൻറ്റ് ആൻഡ് സഡൻ ചേഞ്ച് ഓർ ഡിസ്റപ്ഷൻ ടു സംതിങ് എന്നുള്ളതാണ്. കണ്ടോ? upheaval ഡിസ്ട്രക്ഷനാണ്, ഡിസ്റപ്ഷനാണ്. ഓക്കെ, സഡൻ ഡിസ്റപ്ഷനാണ്, വയലൻ്റ് ആയിട്ടുള്ള ഡിസ്റപ്ഷനെയാണ് upheaval എന്ന് പറയുന്നത്. അവിടെ ഇമേജ് കണ്ടാൽ അറിയാം. ഓക്കെ, ഒരു സിനിമേൻ്റെ പേരാണ് upheaval. excerpt എന്ന് പറഞ്ഞാൽ എന്താ? excerpt എന്ന് പറഞ്ഞാൽ എ ഷോർട്ട് എക്സ്ട്രാക്ട് ഫ്രം എ ഫിലിം, ബ്രോഡ്കാസ്റ്റ് ഓർ പീസ് ഓഫ് മ്യൂസിക് ഓർ റൈറ്റിംഗ്. ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മാതിരി എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. അതേപോലെ ഒരു ടെക്സ്റ്റിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം കോപ്പി അടിക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഷോർട്ടായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനത്തിനാണ് എക്സ്ക്രാപ്റ്റ്. അതാണ് ഇവിടെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. ഒരു സാധനം നമ്മൾ എക്സ്ക്രാപ്റ്റ് ചെയ്തതാണ്, ഒരു കഥയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്തിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. വിത്ത് ദ പാൻഡമിക് ഫോഴ്സിങ് ആൻഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ടു മൈഗ്രേറ്റഡ് ടു ഓൺലൈൻ മോഡ്, the education system has faced a upheaval like never before. upheaval എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്. എങ്ങനെയാ വെച്ചാൽ പാൻഡമിക് വന്നതിന് ശേഷം. ഓക്കെ, പാൻഡമിക് വന്നതിന് ശേഷം ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി. വി മധുരിമ ആൻഡ് ഗുരുമൂർത്തി ഡിസ്കസ് ദ ചലഞ്ചസ് ആൻഡ് പോസിബിൾ സൊല്യൂഷൻ in a conversation moderated by Subhashri Deskan, edited excerpts എന്നുള്ള എക്സ്ക്രിപ്റ്റ്സ്. ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇതിലുള്ളത്. ഓക്കെ, ഡിസ്കഷനിലെ ഒരു ചെറിയ പോർഷൻ എടുത്തതാണ് എക്സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. പ്ലത്തോറ എന്ന് പറഞ്ഞാൽ എന്താ? എ ലാർജ് ഓർ എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ്. പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ ലാർജ് എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ്. ഉണ്ടോ? ചെറീസ് ഉണ്ടോ? ഒരുപാടെണ്ണം ഉണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ് എന്നുള്ളതാണ് പ്ലെത്തോറ. വി മധുരിമ, ഇതൊരു ഇൻ്റർവ്യൂ പോർഷനാണ് എഡിറ്റോറിയലുള്ള. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, കോൺവെർസേഷൻ മോഡിലായിരിക്കും. For most teachers, shifting to online class was rather sudden. With that move came a plethora of problems for which, for most part, they had to find solution by themselves. Plethora of problems എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, plethora of problems എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളതാണ്. ഓക്കെ ഉണ്ടോ? ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാട് എന്ന് പറയും. ദ ക്യാരക്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് എ പ്ലേസ്. ആംബിയൻസ് പറഞ്ഞാൽ ഉണ്ടോ? ഇവിടെ കണ്ടാലും അറിയാം, നല്ല എന്താ പറയുക, ആംബിയൻസ് ആണ് എന്നൊക്കെ പറയൂലേ, ഒരു അവസ്ഥ. ദ തേർഡ് വാസ്, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് കിടക്കാം. ദ തേർഡ് വാസ് ദ ഫാക്ട് ദാറ്റ് you had to basically bring your own device and software, which mean that in order to ensure that quality of education they are imparting was consistent, the teacher had to invest their own personal money to create that ambience through online teaching. സംഭവമൊന്നുമില്ല, ഈ ടീച്ചിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് കറക്റ്റായി മനസ്സിലാക്കണമെങ്കിൽ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്.
SSC ബാങ്ക് എക്സാമുകൾക്കൊക്കെ ന്യൂസ് പേപ്പറിലെ സാധനം തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് ന്യൂസ് പേപ്പറത്തെ സംഭവം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വേർഡാണ് ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ സ്പ്രെഡ് വൈഡ് ഏരിയ. ഉണ്ടോ, ഇത് ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ആയതാ. ഓക്കെ, ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ആയതിനാണ് ഡിസ്പേഴ്സ്ഡ്. ഉണ്ടോ, ഒരുപാട് ഏരിയയിലേക്ക് പീപ്പിൾ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ഓവർ എ വൈഡ് ഏരിയ എന്നാണ്. അപ്പോൾ എക്സാമ്പിളിലേക്ക് പോവാം. Also the lack of copyright material that could be easily disbursed to all the students came up as a issue. എന്താണ് ഡിസ്ബേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിതരണം ചെയ്യുക എന്നുള്ള മീനിങ്ങും കൂടിയാണ് കേട്ടോ. വൈഡ് ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുക, അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഡിസ്പേഴ്സ്ഡ്. എലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A selected group that is superior in terms of ability or quality to rest of a group or society. എബിലിറ്റി എന്താ പറയുക? ഇപ്പോൾ റിലയൻസ് ഗ്രൂപ്പ്, അത് റിലയൻസ് ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു എലൈറ്റ് ഗ്രൂപ്പ്സസ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സുപ്പീരിയർ ടേമാണ് എല്ലാത്തിലും ഉണ്ടാവുക. അപ്പോൾ ചില എന്താണ്, ഒരു സൊസൈറ്റിയിൽ കുറച്ച് ടീമുകളുണ്ടാവും, കുറച്ച് വലിയ ഹൈ ലെവലിലുള്ള ആൾക്കാർ, ഓരോണ് എലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിളാണ്. സോ വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ ഓൺലി എ വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരും അതേപോലെ സോഷ്യലി ഹൈ റിച്ച് ആയ ആൾക്കാരെയാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷനും കമ്മ്യൂണിറ്റീസസിൻ്റെയും കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിലേ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രൈസൽ വെർബാണ് റിലേ ഓൺ. ടു നീഡ് ഓർ ഡിപ്പെൻഡ് ഓൺ സംബഡി ഓർ സംതിങ്, ടു ട്രസ്റ്റ് ഓർ ഹാവ് ഫെയ്ത്ത് ആണ് ഡിപ്പെൻഡ് ഓൺ എന്നുള്ളത്. അപ്പോൾ ഇയാൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡഡാണ്. ഇത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഉണ്ടോ, ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സംതിങ് എന്നുള്ളതാണ്. ട്രസ്റ്റ് ഓർ ഫെയ്ത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, റിലേ ഓൺ. അപ്പോൾ തുടങ്ങാം. ഓൺ ദ വൺ ഹാൻഡ് വി ക്യാൻ റിലേ ഓൺലൈൻ എഡ്യൂക്കേഷൻ ദിസ് പോയിൻ്റ് ഇൻ ടൈം. ഇപ്പോൾ കോവിഡ് ടൈമിൽ ഓൺലൈൻ എഡ്യൂക്കേഷനാണ് പറ്റുന്നത്. അപ്പോൾ റിലേ ഓൺ, ഡിപ്പെൻഡ് ഓൺ. ഓൺ ദ അതർ വി മസ്റ്റ് ഡബിൾ അപ്പ് ദ എഫേർട്ട് അറ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് അക്സസിബിൾ ടു ആൾ. എല്ലാവർക്കും ഇത് പറ്റണതാവണം. എന്താണ്, ഇപ്പോൾ ഒരു ഫാമിലി പൈസക്കാർക്ക് മാത്രമാണ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നെറ്റ് സൗകര്യവും എല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അത് എല്ലാം മേക്ക് ഷുവർ ആക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ മേക്ക് സർട്ടൈൻ സിറ്റുവേഷൻ ഓർ ഔട്ട്കം ലൈക്ക്ലി പോസിബിൾ. എന്താണ്, ചില ഔട്ട്കംസ് പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, സിറ്റുവേഷൻ ഓർ ഔട്ട്കം ലൈക്ക്ലി ഓർ പോസിബിൾ ആണോ എന്നുള്ളതാണ് കൺഡ്യൂസീവ് എന്ന് പറഞ്ഞ അർത്ഥം. കണ്ടീസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹോം എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് കണ്ടീസീവ് ഫോർ സ്റ്റുഡൻറ്റ് ടു ലേൺ either because it is very noisy or because it is sensitive. Not all students can switch on their video even if they have bandwidth, as domestic circumstances that might not be something that they want to show. ഇതറിയുകയാണെങ്കിൽ ഇത് വീട്ടിലുള്ള എൻവയോൺമെൻറ്റ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷന് പറ്റിയതാണോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം നോയ്സുകൾ ഉണ്ടാവാം ആണ്. അപ്പോൾ പോസിബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ. ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ എന്താ?
ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്റർ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ടോണി സ്റ്റാർക്ക് എന്താണ്, നമ്മൾ അയൺമാനിൽ ഇൻവെൻറ്ററാണ്. പുതിയ പുതിയ സാധനങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് ദ ഫസ്റ്റ് ടു ഡു സംതിങ് എന്നുള്ളത്. ഓക്കെ. GK. If we think that education is a fundamental right, provision is necessary. In this aspect, Kerala is a trailblazer and other state can follow. ആദ്യം ചെയ്തത് കേരളമാണ് എന്നുള്ള മീനിങ് ആണ് ട്രയൽ ബ്ലേസർ. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് ട്രയൽ ബ്ലേസറിൻ്റെ. പിന്നെ അടുത്ത് ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് സ്റ്റഡിലി ആൻഡ് ഇൻറ്റൻറ്റ്ലി എസ്പെഷ്യലി ഇൻ അഡ്മിറേഷൻ, സൂപ്പർവിഷൻ ഓർ ടുഗെദർ എന്താണ്? ഓക്കെ, സ്റ്റഡിലി ലുക്ക് ചെയ്യുക, അഡ്മിറേഷൻ ചെയ്യുക, സർപ്രൈസിങ് സംതിങ് എന്നുള്ളതാണ്. ഇൻറ്റൻറ്റഡ് ലുക്ക് എന്നും പറയും. ഓക്കെ. GK. We are now changing our gaze from online education to digital education, which is a much broad canvas എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. The look steadily and intently, especially in admiration. ലുക്ക് നന്നായിട്ട് നോക്കുക, എന്താണ് ഇൻറ്റൻറ്റ്ലി, എന്തുകൊണ്ടാണ്? അഡ്മിറേഷന് കാരണം എന്നുള്ളതാണ് അറിയാം. We are now changing our gaze from online education to digital education, which is much better broad canvases എന്നാണ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കുറവുണ്ടാവുന്നത്, അതേപോലെ വെള്ളത്തിൻ്റെ കുറവുണ്ടാവുന്നത്, കുറവാണ്, ആവശ്യത്തിനില്ലാത്ത അവസ്ഥയാണ് സ്കേഴ്സ് എന്ന് പറയുന്നത്. ഇൻസഫിഷ്യൻറ്റ് ഫോർ ഡിമാൻഡ്. അപ്പോൾ ഈ മരുഭൂമിയിൽ ഒരു സാധനം നമുക്ക് വെള്ളമില്ല, കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം സ്കേഴ്സ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ദ ഷോർട്ട് എൻഡ് ഓഫ് ദ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ ഇമേജ് കണ്ടാൽ അറിയാം. ഓക്കെ. ഷോർട്ട് എൻഡ് ഓഫ് ദ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് എൻഡ് ഓഫ് ദ സ്റ്റിക്ക്, ആൻ ഔട്ട്കം ഇൻ വിച്ച് വൺ ഹാസ് ലെസ് അഡ്വാൻറ്റേജ് ദാൻ അതർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഇരിക്കുന്ന പക്ഷീൻ്റെ മേലെന്ന് താഴേക്കാണ് വീണത്. അതേപോലെ താഴെയുള്ള പക്ഷിക്കാണ് ഇതിൽ മീൻ പിടിക്കാൻ സുഖം, മുകളിലുള്ളതിന് അത്ര അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. അതും കൂടി ഇതിൽ മനസ്സിലാക്കിയതാണ്. താഴെ ഇരിക്കുന്ന പക്ഷിക്കാണ് മീൻ പിടിക്കാൻ പറ്റുക, മുകളിലുള്ള പക്ഷിക്ക് അത്ര പെട്ടെന്ന് മീൻ കിട്ടത്തില്ല. ആണ് എ ഷോർട്ട് എൻഡ് ഓഫ് ദ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസിൻ്റെ കേസ് പറയാണ്. ഔട്ട്കം ഇൻ വിച്ച് വൺ ഹാസ് ലെസ് അഡ്വാൻറ്റേജ് ദാൻ അതർ. ഓക്കെ. Though the fact that education can done through mobile phones has been beneficial for many women, it is essential that we create a safe space in home where digital sources are scarce. Girls are getting the short end of the stick. Okay, scarce ആണ്, റിസോഴ്സസ് സ്കേഴ്സ് ആണ്, പക്ഷേ അതേപോലെ ഗേൾസസിനാണ് ഇത് എന്താണ് അത്ര ഗുണം ചെയ്യാത്തൊരു പരിപാടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അബ്രപ്റ്റ് എന്ന് പറഞ്ഞത് അബ്രപ്റ്റ് എന്നാൽ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് വീഴുക എന്നതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സഡൻ ആയിട്ടുള്ള അബ്രപ്റ്റ് ഫാൾ ഓഫ് എ ബിൽഡിങ്, ഒരു ബിൽഡിങ് പൊളിഞ്ഞ് ചാടുക പെട്ടെന്ന് എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. ആൾസോ ഫോർ മെനി വുമൺ hostel have been safe haven from their sometime violent homes. With the abrupt shutdown of college, they have lost that safety. ഹോസ്റ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൻ്റെ അർത്ഥം കുറേ മനസ്സിലായിട്ടുണ്ടാവും. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് ഓർ ഷോയിങ് ദ എബിലിറ്റി ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ആൻഡ് കൊഹറൻ്റ്ലി. ഫ്ലുവൻ്റായിട്ട് സ്പീക്ക് ചെയ്യാൻ കഴിയുന്ന, അഥവാ വർത്തമാനം പറയാൻ കഴിയുന്നതിനെയാണ് ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ.
ഓക്കെ. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്ലുവൻ്റ് ആയിട്ട് വർത്തമാനം പറയാൻ കഴിയുന്നതിനെയാണ് ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലുവൻ്റ്ലി ആയിട്ട് പറയാൻ കഴിയുന്നത്. മോഡിജീനെ കണ്ടല്ലോ, മോഡിജി അങ്ങനെയാണ്, ഫ്ലുവൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യും, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നതാണ് ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം. സം ടിപ്സ് ലൈക്ക് ഡ്രസ്സിങ് വെൽ ഗോ എ ലോങ് വേ സ്പീക്കിംഗ് ലൗഡ്ലി, articulate clearly. The voice modulation is something that none of us has learned. A monotonous voice can kill a colossal എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ളതാണ്. 20 ഒരുപാട് എന്നുള്ള മീനിങ്. കൊളോസൽ എന്ന് പറഞ്ഞ അർത്ഥം. കൊളോസൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള വലിയ ഇതിനാണ് നമ്മൾ കൊളോസൽ എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ് അല്ല ചതി. കൊളോസൽ ഉണ്ടോ, എക്സ്ട്രീംലി ലാർജ് ഓർ ഗ്രേറ്റ് എന്നുള്ളതാണ് കൊളോസൽ. കൊളോസൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ലാർജ് ഓർ ഗ്രേറ്റ് എന്നുള്ള. ഈ ബിൽഡിങ് നോക്കിയാൽ അറിയാം, ഈ ബിൽഡിങ് എക്സ്ട്രീംലി ലാർജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പീപ്പിൾ എക്സ്ട്രീംലി ലാർജ് ആണ്. ഓക്കെ, വോയിസ് മോഡുലേഷൻ ഈസ് സംതിങ് ദാറ്റ് നൺ ഓഫ് us have learned. A monotonous voice can kill a colossal of 20 minutes. ഓക്കെ, മനസ്സിലായല്ലോ, ഏറ്റവും കൊളോസൽ ഓഫ് 20 minutes. ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം തൊട്ട് വരച്ചെടുക്കുക. അതിൻ്റെ മീനിങ് എഴുതിയില്ല, അത് കോപ്പി പേസ്റ്റ് എററാണ്. ഓക്കെ, എന്താ വെച്ചാൽ നമ്മൾ ഒരു മിഷൻ ചെയ്തു, അത് തെറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ വീണ്ടും അത് ചെയ്യുക. അതാണ് ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ അഗ്രി റീഫോം ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്നാൽ ആദ്യം തൊട്ട് തന്നെ ചെയ്യുക, വീണ്ടും ചെയ്യുക. അതാണ് ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ അഗ്രി റീഫോം ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്നാണ്. ഇതൊരു എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് ആണ്. ഓക്കെ, റിപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താ? റിവോക്ക് ഓർ അനൂൾ എ ലോ ഓർ ആക്ട്. നമ്മൾ ഒരു ലോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫാമേഴ്സ് ബില്ല് റിപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് സിനാരിയോസൊക്കെ. അതാണ് റിപ്പീൽ. അത് പറഞ്ഞാൽ ഒരു ലോ എൻഫോഴ്സ് ചെയ്തിട്ട് അത് പിൻവലിക്കാൻ വേണ്ടി പറയുന്നതിനാണ് റിപ്പീൽ എന്ന് പറയുന്നത്. ഓക്കെ, the purpose of agricultural reform is to increase farmers' income. The farmers want law, the bills repeal. ഫാമേഴ്സിനെ റിപ്പീൽ ചെയ്യണം എന്നുള്ളതാണ് റിപ്പീൽഡ്. ഓക്കെ, ഡെലിറ്റീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിറ്റീരിയസ് കോസിങ് ഹാം ഓർ ഡാമേജ്. ഇപ്പോൾ എക്സ്റേൻ്റെ കേസസിൽ ആംസ് ആണ്, ഡാമേജസ് ഉണ്ടാക്കും. ന്യൂക്ലിയർ ഡാമേജസ് ആണ് കോസിങ് ഹാം ഓർ ഡാമേജ്. ഡെലിറ്റീരിയസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. The deleterious side effects of this approach to improve agricultural productivity are very visible in Punjab now. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, പഞ്ചാബിൽ ഗോതമ്പും നെല്ലൊക്കെ കൃഷി ചെയ്യുക പറഞ്ഞാൽ അതിന് ഒരുപാട് വെള്ളം ആവശ്യം വരുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡെലിറ്റീരിയർ സൈഡ് എഫക്ട്സ് എന്നുള്ളതാണ് ഈ എഡിറ്റോറിയലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് സംഭവം. ഡെലിറ്റീരിയസ്. വോണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വോണറബിൾ എന്ന് പറഞ്ഞാൽ എക്സ്പോസസ് ടു പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ ഹാം എയ്തർ ഫിസിക്കൽ ഓർ ഇമോഷണൽ. എന്താണ്? എക്സ്പോസ്ഡ് ടു പോസിബിൾ ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുക, ആ അവസ്ഥേനെയാണ് വോണറബിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഈ കയറ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഷാർക്കിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ വോണറബിൾ ആണ്, അതിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് വോണറബിൾ എന്ന് പറയുന്നത്. ഓക്കെ, however the ecological imbalance made tree more vulnerable to pests over time and quality of timber also reduced എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ക്ലൗട്ട് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്ലൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ഓർ പവർ, കണ്ടോ? ഇൻഫ്ലുവൻസ് ഓർ പവർ എന്നുള്ളതാണ്, എസ്പെഷ്യലി ഇൻ പൊളിറ്റിക്കൽ ബിസിനസ്. ഉണ്ടോ? ഇൻഫ്ലുവൻസ് ഓർ പവർ എന്നുള്ളതാണ്. ഇപ്പോൾ മോഡിജിയും അതേപോലെ ട്രംപും ഒരു എക്സാമ്പിളാണ് ഇൻഫ്ലുവൻസും പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ. However, it provides millions of tiny produce with reasonable income, which large-scale industry dairy product do not. Moreover, with the cooperative aggregate, the Indian dairy sector have also acquired political clout. Political clout. ഡയറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആണ് അഗ്രികൾച്ചറിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് എന്താ പറയുക, എന്താണ്, അമൂലിൻ്റേത്, അമൂലും അതേപോലെ നെസ്ലേൻ്റെയൊക്കെ അതിൻ്റെ പൊളിറ്റിക്കൽ ക്ലൗട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിസേജ്, അടുത്ത വേർഡാണ് ബിസേജ്. ഓക്കെ. ബിസേജ് എന്ന് പറഞ്ഞാൽ സറൗണ്ടഡ് വിത്ത് ആംഡ് ഫോഴ്സ്. ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് എന്താ പറയുക, ആർമി കൂടുന്നതിനാണ് എന്താണ്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർമി കൂടുന്നതിനാണ് ബിസേജ് എന്ന് പറയുന്നത്. സറൗണ്ടഡ് വിത്ത് ആംഡ് ഫോഴ്സസ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ ഇറ്റ് ഓർ ഫോഴ്സ് ഇറ്റ്സ് ടു സറണ്ടർ. ബിസേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഫ്ലറി എന്ന് പറഞ്ഞത്, ഫ്ലറി പറഞ്ഞാൽ കാറ്റത്ത് പാറുന്നതോ അല്ലെങ്കിൽ വേസ്റ്റുകൾ, കാറ്റത്ത് പാറുന്ന വേസ്റ്റോ അല്ലെങ്കിൽ സ്നോയിനെയോ പറയുന്ന പേരാണ് ഫ്ലറി. എ സ്മോൾ swirling മാസ് ഓഫ് സംതിങ് എസ്പെഷ്യലി സ്നോ ഓർ ലീവ്സ് ബൈ സഡൻ ഗസ്റ്റ് ഓഫ് വിൻഡ്. ഉണ്ടോ? കാറ്റത്ത് പാടുന്ന ഇലകളെയാണ് ഫ്ലറി എന്ന് പറയുന്നത്. ഫ്ലർ. ഓക്കെ. അപ്പോൾ എക്സാമ്പിളിലേക്ക് കിടക്കാം. The stand off in agriculture reform with farmers besieging the national capital demand they heard has caused a flurry of discussion about democracy, consultation and process for economic reforms. ഓക്കെ. ഫാമേഴ്സ് ബിസൈജ് ചെയ്യുക എന്നുള്ള, അത് മിലിറ്ററി എന്നുള്ളതല്ല ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാമേഴ്സ് എന്താണ്, പാർലമെൻറ്റിന് ചുറ്റും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനാണ് ബിസേജ് എന്ന് പറയുന്നത്. ഇത് ഒരു വേർഡ് മാത്രമായിട്ട് എടുക്കേണ്ട, അതിൻ്റെ യൂസേജിലാണ് മെയിനായിട്ട് കാര്യം നമ്മൾ ആ വേർഡിലേക്ക് എത്തുന്നത്. ഓക്കെ. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് എ പെൻ. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് എ പെൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ക്വിക്കലി ആൻഡ് ഈസിലി ബൈ സംവൺ. ഇപ്പോൾ ഫാമേഴ്സ് ബില്ലൊക്കെ പെട്ടെന്ന് എന്താണ് പാർലമെൻറ്റ് അങ്ങോട്ട് പാസ്സാക്കുകയാണ് പലപ്പോഴും. അപ്പോൾ അതിനെയാണ് നമ്മൾ പെട്ടെന്നുള്ള ആ പാസ്സാക്കൽ, ഈസിലി ആയിട്ട് ക്വിക്കലി ആയിട്ട് ഒരു നിയമം പാസ്സാക്കുക അല്ലെങ്കിൽ ഈസിലി ഡൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഡിറ്റോറിയൽ പറഞ്ഞത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഫാമേഴ്സ് ബിൽ അവിടെ. ഓക്കെ. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് എ പെൻ എന്നുള്ളത്. എക്സാമ്പിൾ എടുക്കാം. വിത്ത് എ സ്ട്രോക്ക് ഓഫ് ദ പെൻ ദ പോളിസി could be changed in the early 1990s, the immediate benefit of which are clear to the masses എന്നുള്ളതാണ്. സിലോയിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക, എന്താണ്, ഐസൊലേറ്റഡ് ഫ്രം അതേഴ്സ്. സിലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, സിലോയിഡ് എന്ന് പറഞ്ഞാൽ ഐസൊലേഷനാണ്. ക്വാറൻറ്റൈൻ, കോവിഡ് വന്നവരെ ഐസൊലേറ്റ് ചെയ്യുന്ന മാതിരി ഐസൊലേഷൻ ഉണ്ടോ, അവിടെ നിന്ന് മാറ്റി വെക്കുക. ദ സിസ്റ്റം ഓഫ് പ്രോസസ് ഓഫ് ഡിപ്പെൻഡ്, ഐസൊലേറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താ, ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ എക്സ്പെർട്ടൈസ് ഈ സോൾവിങ് കോംപ്ലക്സ് മൾട്ടിഡിസിപ്ലിനറി പ്രോബ്ലംസ്. They must apply the discipline of system thinking and rely on siloid demand expert. ഐസൊലേറ്റഡ് എക്സ്പേർട്ടിൻ്റെ കാര്യമാണ് എന്നുള്ളത്. ഇനി അടുത്ത വേർഡാണ് ആന്ത്രപ്പോമെട്രി. ആന്ത്രപ്പോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ആന്ത്രപ്പോമെട്രി ഇത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മെഷർമെൻറ്റ് ആൻഡ് പ്രപ്പോർഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പോൾ ഉണ്ടോ, ഈ കുട്ടീൻ്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നില്ലേ, അതൊക്കെ അതിൻ്റെ ആന്ത്രപ്പോമെട്രി ആയിട്ട് വരും. എന്താണ്, ഹെൽത്തിൻ്റെ കേസസിലും പ്രപ്പോർഷനൊക്കെ മെഷർ ചെയ്യുന്നതാണ് ആന്ത്രപ്പോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ.
For, for the most part, the assessment has relied on the measure of a child's anthropometry. Children are defined as standard. Standard എന്ന് പറഞ്ഞാൽ എന്താ? മെലിഞ്ഞുണങ്ങിയിട്ട് നിൽക്കുന്ന അവസ്ഥ. അണ്ടർ വെയ്റ്റ് ഓർ വെസ്റ്റ്. ഇത് standardized height for age and weight for age and weight for height respectively is more than 2 standard deviated below the World Health Organization child growth standard mediation. Okay. ഡിസഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അടുത്തത് സെപ്പറേറ്റഡ് ഇൻ ടു കോമ്പോണൻറ്റ് പാർട്സസ്. കോമ്പോണൻറ്റ് പാർട്സസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള CPU മോണിറ്ററൊക്കെ സെപ്പറേറ്റ് ചെയ്യുക, അഥവാ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അതാണ് ഇവിടെ ഒരു ഇമേജ് ആയിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. സിൻസ് ദ ഡിസഗ്രിഗേറ്റ് ചൈൽഡ് ലെവൽ ഡാറ്റ on consumption of various food groups have not been realized, we will have to wait to see what specific aspects our children experience dietary shortfalls. Okay, disaggregate and separate ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവാലൻസ് ഒരു സാധനം ഒരു സ്പെസിഫിക് ഏരിയയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതിനെയാണ്. ഇപ്പോൾ പ്രിവാലൻറ്റ് ഫ്ലഡ് ആസാമിൽ ഏതാണ് എല്ലാ വർഷവും ഫ്ലഡ് ഉണ്ടാകുന്നത്. അത് ഒരു പ്രിവാലൻസ് എന്നുള്ള മീനിങ് ആണ്. ദ ഫാക്ട് ഓർ കണ്ടീഷൻ ഓഫ് ബീയിങ് പ്രിവാലൻറ്റ് ആൻഡ് കോമൺനെസ്. അതാണ് ഇവിടെ ഉണ്ടോ, ഇവിടെ ഇമേജ് കൊടുത്തിരിക്കുന്നത് അതാണ്. ഓക്കെ. Across the 22 states union territory, anemia prevalent among children increases by about 8 percentage point from 51.8% to 60.2%. ഓക്കെ. യൂണിയൻ ടെറിട്ടറിയിൽ അനീമിയ ഒരു പ്രിവാലൻ്റ് ആയ സാധനമാണ്, ഒരു റീജിയണിൽ കോമൺ ആയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് പറയുന്നത്. സോബറിങ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് മോർ സീരിയസ്, സെൻസിബിൾ ആൻഡ് സോളം മൂഡ്. ഒരു പ്രശ്നം വരുമ്പോൾ അത് സെൻസിബിളായിട്ട് കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഡൊണാൾഡ് ട്രംപും ഇവരൊക്കെ ഒരു പ്രോബ്ലത്തിനെ സീരിയസ് ആയി കാണുന്നതിനെയാണ് ഇവിടെ ഇമേജ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കാതെ നിൽക്കുമ്പോഴും സോബർ എന്നുള്ളതിന് വേറെ മീനിങ് ഉണ്ട്. ആൽക്കഹോളിക് അല്ലാത്ത സമയത്ത് ഒരാൾ സെൻസിബിളായിരിക്കും, അതിന് നമ്മൾ സോബർ എന്ന് പറയും. സോബർ സെൻസിബിളായിട്ടുള്ള അവസ്ഥ, സോളം മൂഡ് ആണ്. വ്യൂ ദ ബർഡൻ ഓഫ് ചിൽഡ്രൻ അണ്ടർ നറിഷ്ഡ് ഫ്രം എ ഫുഡ് ഓർ ഡയറ്ററി ലെൻസസ് ഈസ് സോബറിങ് and raises serious concern than what has been well revealed measure based on anthropometry. ലെൻസ് ക്ലിയർ ആയിട്ടുള്ള അവസ്ഥേനെയാണ് സോബറിങ് എന്ന് പറയുന്നത്. ഇൻഅഡ്വേർട്ടൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഅഡ്വേർട്ടൻ്റ്ലി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻറ്റൻഷൻ. ഒരു നമ്മൾ ഈ ഇൻഅഡ്വേർട്ടൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റൻഷനും ഇല്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ അറിയാതെ ചെയ്ത കാര്യത്തിനാണ് അതായത് അറിയാതെ ചെയ്ത സംഭവമാണ്, നമ്മൾ മൈൻഡ് ചെയ്യാതെ ചെയ്തു പോയതാണിത്. ആ ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രിക്ലൂഡ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ഫ്രം ഹാപ്പനിങ്. ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ ഹോണർ കില്ലിങ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത് ആവണേൻ്റെ മുന്നേ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് പ്രിക്ലൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൈഡ്, സംതിങ് ഹാർഡ്, ഓപ്പൺ യുവർ മൈൻഡ് ആൻഡ് നീഡ്. പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈഡ് പോവാതെ സൂക്ഷിക്കുക എന്നൊക്കെ അറിയില്ലേ. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡാം കുറച്ചീശേ തുറന്നു വിടുന്നതും ഒരു പ്രിക്ലൂഡാണ്. പ്രിവെൻറ്റ് ഫ്രം ഹാപ്പനിങ്. വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാനോ ഡാം ഡാമേജ് ആവാതിരിക്കാനോ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് ആലോചിച്ചാൽ മതി. ഡിസ്പ്രപ്പോർഷനേറ്റ് എക്സാമ്പിളാണ്. ഡിസ്പ്രപ്പോർഷനേറ്റ് ഫോക്കസ് ഓൺ ആന്ത്രോപോമെട്രിക് മെഷർ inadvertently precludes
meaningful and direct engagement with strategy and data necessary to address diet and food security concerns. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം അഡ്വാൻറ്റേജ്. ഇപ്പോൾ എക്കണോമിക് ഗ്രോത്ത് കൊണ്ട് മാക്സിമം അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഇമേജ് കൊടുത്തിരിക്കുന്നത്, മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, എ മോഡേൺ ഡാറ്റ ഇനീഷ്യേറ്റീവ് ലിവറേജിങ് ആൻഡ് combining aspects of NFHS, National Nutritional Monitoring Bureau, and National Sample Survey that collect data on detailed household level consumption and expenditure on various food items should be considered എന്നുള്ളത്. ഓക്കെ, ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം അഡ്വാൻറ്റേജ് ചെയ്യുക, ഡാറ്റയിൽ നിന്നിട്ട് മാക്സിമം അഡ്വാൻറ്റേജ് ചെയ്യുക. ഈ 3 സോഴ്സസിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്നിട്ട്. ഓക്കെ, ഡീകൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത വേർഡ് ഡീകൾട്ടർ, റിമൂവ് അൺനെസസറി ഐറ്റം ഫ്രം അൺടൈഡി. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സെഗ്രിഗേറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ ഒരു വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ട്രാഷ് കൊണ്ടുപോയിടും. അതാണ് ശരിക്കും പറയുകയാണ് ഡീകൾട്ടേർഡ്. In summary, deculturing our current approach to reduce the burden of children under nutrition and keep it simple with a policy goal to provide affordable and economic and physical access to the quality of food items, particularly for lower economic population groups, be prioritized. Decultured എന്ന് പറഞ്ഞത് in summary current approach to reduce burden of children under nutrition and keep simple with a policy goal to provide affordable economic and physical access to good quality of food. കറണ്ട് അപ്രോച്ച് കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി കളയുക, എന്നിട്ട് പുതിയത് ആഡ് ചെയ്തിട്ട് കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ഫുഡ് കൂട്ടുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഫ്രുക്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രുക്ടിഫൈ എന്നാൽ ഫ്രൂട്ട്ഫുൾ അഥവാ പ്രൊഡക്റ്റീവ് ആവുക. ഉണ്ടോ? പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഫ്രൂട്ട്ഫുൾ എന്നുള്ളതിൻ്റെ മാതിരി തന്നെ ഫ്രുക്ടിഫൈ എന്നാണ്. ഫ്രുക്ടിഫൈ എന്നാൽ ഫ്രൂട്ട്ഫുൾ ആവുക അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ദീസ് ഹൈ കലോറിഫിക് മെറ്റീരിയൽസ് ആർ ലാൻഡ് ഫിൽഡ് ഓർ ലെഫ്റ്റ് unhandled in the waste plants and cause fire accidents. Attempt to send this material to cement kiln or not be fructified. The proposed plant can source of 100 ton per day RDF, generate 11.5 MW of power equivalent to 2.5 lakh unit of per day. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വേസ്റ്റ് ടു എനർജീൻ്റെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതിൽ എനർജിയിലെ ഏതാണ് ഹൈ കലോറിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഡിറ്റോറിയലിൻ്റെ ഒരു ക്രക്സ് പറഞ്ഞാൽ മെയിൻ പോയിൻറ്റ്സ് ആണ്. ഫ്യൂജിറ്റീവ് ഓക്കെ, ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഹാസ് എസ്കേപ്ഡ് ഫ്രം ക്യാപിറ്റിവിറ്റി ഈസ് ഹൈഡിങ്. ഒരു കുറ്റം ചെയ്തിട്ട് മുങ്ങുന്ന അവസ്ഥയാണ് ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്നിട്ട് പൈസ എടുത്തിട്ട് മുങ്ങിയിട്ടുള്ള ആളാണ് വിജയ് മല്യ. അതുകൊണ്ടാണ് വിജയ് മല്യയുടെ ഫോട്ടോ കൊടുത്തത്. ഫ്യൂജിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തിട്ട് ശിക്ഷയെ ഭയന്ന് ഇവിടെ നിന്നിട്ട് ഹൈഡ് ചെയ്യുന്നതിനാണ് ഫ്യൂജിറ്റീവ് എന്ന് പറയുന്നത്. ഫ്യൂജിറ്റീവ്. ഓക്കെ, as a result, less important issues such as visas and the fate of fugitive Indian businessmen in the UK have been allowed to dominate the narratives. ആണ് ഇവിടുന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആൾക്കാരൊക്കെ യു കെയിലേക്ക് പോവുക. ഇത് UK ഇന്ത്യ റിലേഷൻ ബേസ് ചെയ്തുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അതിനെ വിട്ടുകൊടുക്കാനുള്ള സെറ്റപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂജിറ്റീവ്.
ഡിക്റ്റേറ്റ് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് എന്നുള്ള അർത്ഥമാണ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്റ്റേറ്റ് ഓർ ഓർഡർ ഓഫ് അതോറിറ്റേറ്റീവ് വിലി. ഇപ്പോൾ നോർത്ത് കൊറിയ പ്രസിഡൻറ്റ് അവിടെ ഡിക്റ്റേറ്ററാണ്. ഡിക്റ്റേറ്റർ എന്നാലോചിച്ചാൽ മതി. ഡിക്റ്റേറ്റർ ആലോചിച്ചാൽ മതി. ഓക്കെ. The US realize it cannot dictate in terms in a change global order with its new power എന്നുള്ളതാണ്. ഓക്കെ. ഒബ്ലൈജ്ഡ് മേക്ക് ലീഗലി ഓർ മോറലി ബൗണ്ട് ടു ഡു. ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ ബൗണ്ടിങ്ങിനെയാണ് പറയുന്നത്. ഓക്കെ. മോറലി ലീഗലി ഓർ മോറലി ഡു സംതിങ്. ലീഗലി ആയിട്ടുള്ള കാര്യത്തിന് ഒബ്ലൈജ്ഡ് ലോ എന്നൊക്കെ പറയൂലേ, ആണ് ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞാൽ ലീഗലി ഓർ മോറലി ബൗണ്ടഡ് എന്നാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ. US Secretary of State Mike Pence said early this week that the Trump administration was obliged to impose sanctions on Turkey under the Countering American Adversary Through Sanction Act and passed 2007, aimed at discouraging third country from buying weapons from Russia. Okay, US-ൻ്റെ ടർക്കിയിലെ സാങ്ഷന് ഒബ്ലൈജ് ചെയ്യണം, അത് റഷ്യയിൽ നിന്ന് സാധനം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മെഡ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡ്ലിങ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻവോൾവ് യുവർ സെൽഫ് ഇൻ സംതിങ് ദാറ്റ് ഷുഡ് നോട്ട് റിയലി ഇൻവോൾവ് യു. നമ്മൾ മെഡ്ലിങ് ചെയ്യുക, ഒരു വേറല്ലാത്തതിൻ്റെ ഒരു കാര്യത്തിൽ ആവശ്യമില്ലാതെ പോയി ഇടപെടുക എന്നുള്ളതാണ് മെഡ്ലിങ് എന്ന് പറഞ്ഞാൽ. ആക്ടിവിറ്റി ഓഫ് ഇൻവോൾവിങ് യുവർ സെൽഫ് ഇൻ സം വഡ് നോട്ട് റിയലി ഇൻവോൾവ്ഡ് യു. നമ്മളായിട്ടില്ലാത്ത പ്രശ്നത്തിൽ ഇടപെടുന്നതിനാണ് മെഡ്ലിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ബട്ട് പുഷിങ് അതർ കൺട്രി വിത്ത് സാങ്ഷൻസ് ഫോർ ദെയർ ഡിസ്കഷൻ ടു ബൈ വെപ്പൺ ഫ്രം എ തേർഡ് ഇറ്റ് trans-border bullying is not meddling with their sovereignty. Not marrying with their sovereignty. എക്സാമ്പിൾ ആണ്. ഓക്കെ. ഡണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക അല്ലെങ്കിൽ നെർവസ് ആയ, കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുക. എസ്പെഷ്യലി ഇതിൻ്റെ കേസസിൽ നോക്കുകയാണെങ്കിൽ മേക്ക് സംബഡി ഫീൽ നെർവസ് ആൻഡ് ലെസ് കോൺഫിഡൻറ്റ് അബൌട്ട് സംതിങ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. നെർവസ് ആവുന്ന അവസ്ഥ, ഒരാളെ നെർവസ് ആക്കുക, കോൺഫിഡൻ്റ് ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്പീച്ചിൽ പോണ ആൾ പറഞ്ഞാൽ നെർവസാണ് ഈ സ്പീച്ചിൽ പോണ ആൾ. അതേപോലെ തന്നെ ലെസ് കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്, ആണ് ഇവിടെ കാണിക്കുന്നത്. ഉണ്ടോ, ഓഡിയൻസിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ലൈക്ലി ടു മേക്ക് സംബഡി ഫീൽ ദിസ് വേ. കോറിഷൻ എന്താ? കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊറോഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രാക്ടീസ് ഓഫ് പെർസ്യൂഡ് സം വൺ ടു ഡു സംതിങ് ബൈ ഫോഴ്സ്. ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് കൊറോഷൻ എന്നതാണ്. കൊറോഷൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ഇമേജ് കണ്ടാൽ തന്നെ അറിയാം ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയാണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. It is hardly surprises that the Turkey, China and India, which are rising ambitious power with daunting security challenges, opted for the S-400. Punishing them is coercion, sense strategic thinking. ഓക്കെ. ഇതിൻ്റെ അർത്ഥം മനസ്സിലായാലോ? ഭീഷണിപ്പെടുത്തുകയും അതേപോലെ പേടിപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ. ഡണ്ടിങ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാതെയാക്കുന്ന അവസ്ഥ തന്നെയാണ്. ഓക്കെ. സ്ട്രൈഫ് ആംഗ്രി ഓർ bitter disagreement over fundamental issue or conflict. ആംഗ്രി ആവുന്ന അവസ്ഥയാണ് സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഇഷ്യൂ, കോൺഫ്ലിക്റ്റ്, അഥവാ കോൺഫ്ലിക്റ്റിനാണ്. ഇപ്പോൾ ഈ ഇമേജ് കണ്ട കോൺഫ്ലിക്റ്റ് ആണ്, ഉണ്ടോ? ഡിസഗ്രിമെൻറ്റ് ആൻഡ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് സ്ട്രൈഫ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ നോക്കാം. In 1970,
when report about civil strifes, civil conflict എന്നാണ് in Sri Lanka rises, its ugly head were published. Vocalist V. Vasantakumari was touring that country. സ്ട്രൈഫ് സിവിൽ സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ സിവിൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള മീനിങ് ആണ്. ശ്രീലങ്കയിലെ 1970 ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നേച്ചർ കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടീനൊക്കെ അല്ല ഹ്യൂമൻ നേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, യൂസ് ടു എംഫസൈസ് ദാറ്റ് പേഴ്സൺ ഈസ് ഫിസിക്കലി ലിവിങ് ബീയിങ് വിത്ത് ഹ്യൂമൻ ഇമോഷൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ കാണിക്കുന്നതാണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നേച്ചർ എന്നുള്ള. ബൗണ്ട്ലെസ്, ലിമിറ്റ് ഇല്ലാത്തതിനാണ് ബൗണ്ട്ലെസ് എന്ന് പറയുന്നത്. കേട്ടോ, ബൗണ്ട്ലെസ് വീറ്റ് ഫീൽഡ് എന്നൊക്കെ പറയാം നമുക്ക്. ശരിക്കും ബൗണ്ട്ലെസ്, ലിമിറ്റ് ഇല്ലാത്ത ബൗണ്ട്ലെസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് അൺലിമിറ്റഡ് എന്നുള്ളതാണ്. വിസിറ്റിംഗ് സഭ ആഫ്റ്റർ സഭ, ദ കവറിംഗ് integral function as a junior reporter, only Rockies would be sent and see in the flesh and blood the musician I heard and read about offered boundless joy. എക്സാമ്പിൾ. ഓക്കെ, മനസ്സിലായില്ലേ? ഹ്യൂമൻ നേച്ചറും അതേപോലെ കൗണ്ട്ലെസ് ആയിട്ടുള്ള ജോയും, അത് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ജോയും എന്നാണ്. Indignation. Indignation എന്ന് പറഞ്ഞാൽ anger or annoyance provoked by what is perceived or unfair treatment. Anger or annoyance. Anger or annoyance എന്നുള്ളതാണ് പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് സ്പീച്ച്. മോഡി എപ്പോഴും പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് സ്പീച്ച് അല്ലേ വരിക, അതാണ് ആങ്കർ ഉണ്ടാക്കുന്ന ടൈപ്പ്. അതേപോലെ അനോയൻസ് ഉണ്ടാക്കുന്ന പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആണ്. Okay. A teacher would correct exam paper stopping the middle to utter a few words of appreciation. Another would giving run commentary about the concrete to someone abroad, much to indignation of others. Raptor. Raptor in a close harmonious relations. Rapport എന്ന് പറയുന്നത് എ ക്ലോസ് ഹാർമോണിയസ് റിലേഷൻ ഇൻ വിച്ച് ദ പീപ്പിൾ ഓർ ഗ്രൂപ്പ് കൺസേൺ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ആൻഡ് ഫീൽ ഓർ ഐഡിയ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വെൽ. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് റാപ്പോർട്ട്. അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ബേസ് ചെയ്തുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ റാപ്പോർട്ട് എന്ന് പറയുന്നത്. അതാണ് ഇമേജ് കാണിച്ചിരിക്കുന്നത്. Okay. Even though modern technology has made it possible to switch over to virtual concrete, the immediate rapport that musicians share with a rikshaka during the physical concrete is not available. Okay. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എഡിറ്റോറിയലൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഇന്നത്തെ വേർഡുകൾ നമുക്ക് ആവശ്യമുള്ളതാണ് ആണ്. ലാഗോർ എന്ന് പറഞ്ഞാൽ എന്താ? ടയേർഡ് ഓർ ഇനാക്റ്റീവ് എസ്പെഷ്യലി വെൻ പ്ലഷറബിൾ സ്റ്റിൽ ദെയർ എയർ എന്ന് പറഞ്ഞാൽ ടയേർഡായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തിനാണ് ലാഗോർ എന്ന് പറയുന്നത്. പ്ലഷറിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റിനാണ്. എസ്പെഷ്യലി ഇനാക്റ്റീവ്, ടയേർഡ് ഓർ ഇനാക്റ്റീവ് എസ്പെഷ്യലി വെൻ പ്ലഷറബിൾ ആകുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുമല്ലോ ചെറുതായിട്ട്, അതിനാണ് ലാഗോർ എന്ന് പറയുന്നത്. ഈ ഇമേജ് കണ്ടാൽ അറിയാം. ഓക്കെ, എക്സാമ്പിളിലേക്ക് കിടക്കാം. എക്സാമ്പിളല്ല, വേർഡിലേക്ക് കിടക്കാം. എ മെയിൽ സ്കോളർ ഓതർ, മാൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്കോളർ എന്നാലോചിച്ചാൽ മതി. ഒരു സ്കോളറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻ ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് എ സ്കോളറിനെയാണ് മാൻ ഓഫ് ലെറ്റർ. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം. ഓക്കെ, ചീഫ്ലി എന്ന് പറഞ്ഞാൽ ചീഫ് ആലോചിച്ചാൽ മതി. മെയിൻലി ഉണ്ടാവും ബിപിൻ റാവത്ത് ആലോചിക്കുകയാണെങ്കിൽ ആരാണ്? ചീഫ്ലി, അത് പറഞ്ഞാൽ ചീഫ് ആലോചിച്ചാൽ മതി. മെയിൻലി. എക്സാമ്പിൾ നോക്കാം. ദ ബക്കിൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി വിച്ച് ഈസ് ട്രൂ ആൻഡ് ഈസ് ഡിസ്പെയർ ഇറ്റ് ഫ്യൂച്ചേഴ്സ്
It was the view placed topics nearly sun. Ultimate doom to comparative weakness, languor and stagnation, along with the bring of word and topics, were bound to cradle of early citizen. Buckle, however, not seriously considered as a great historian and claim memory is now chiefly that man of letter എന്നുള്ളതാണ് ഒരു വലിയ സെൻറ്റൻസ് ആണ് വേർഡ് ആലോചിച്ചാൽ മതി ഓക്കെ താങ്ക് യു